വീണ്ടെടുപ്പിന്റെ ഗാനം പാടാൻ പറ്റുന്ന നമുക്ക്. ഹല്ലേലൂയ. വീണ്ടെടുക്കപ്പെട്ട എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാപത്തിൽ കിടന്ന മനുഷ്യൻ, സങ്കീർത്തനങ്ങൾ നോക്കിയാൽ മനുഷ്യന്റെ ആവശ്യം മുഴുവൻ നീതിയാണ്. നീതിക്ക് വേണ്ടി മനുഷ്യൻ കരയുന്നു. ഐ നീഡ് റൈച്ചസ്നെസ്. നീതി വേണം, നീതി വേണം, നീതി വേണം. കാരണം മുഴുവൻ പാപത്തിനകത്ത് പെട്ടുപോയി ആഴത്തിൽ കിടക്കുവാണ്. ചെളിക്കകത്ത് പൂണ്ടു കിടക്കുന്നു. കയറി വരാൻ പറ്റാത്ത അവസ്ഥയിൽ മനുഷ്യൻ കിടന്ന് വിളിച്ചു കൂവുകയാ, എന്നെ രക്ഷിക്ക്, എനിക്ക് നീതി വേണം. മനുഷ്യന്റെ ആവശ്യം മുഴുവൻ നീതി. അങ്ങനെ ഇരിക്കുമ്പോൾ പരമനീതിയൻ ദുരിതത്താൽ എന്നെ അരിവാൻ നിന്നോരു നേരം, പരമൻ നീ അതാലരിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. എന്നറിയാം എൻ്റെ അർത്ഥം? ദൈവം എന്ന് പറയുന്ന പരമനീതി, ഏറ്റവും വലിയ നീതിപീഠം, ഹല്ലേലൂയ, ഏറ്റവും വലിയ ജഡ്ജ്, ഏറ്റവും വലിയ ആ നീതിയോടെ വിധിക്കുന്ന ഭരണാധികാരി, രാജാവ്, അവൻ നമ്മുടെ മേൽ കണ്ട പാപം കണ്ടപ്പോൾ, ആ പാപം ഇരിക്കുന്ന ശരീരങ്ങളെ അരിഞ്ഞു കളയാൻ നിന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, അടുത്ത് എന്ന കരിഞ്ഞു വീഴുമായിരുന്നു. അങ്ങനെ ഇരുന്ന നമ്മളെ ദൈവം നോക്കുമ്പോൾ സ്നേഹിക്കാൻ പറ്റുന്നില്ല. പകരം എന്നാ ഈ പാപം ഇരിക്കുന്നതുകൊണ്ട് അരിയാനാ തോന്നുന്നത്. അങ്ങനെ ഇരിക്കെ ഇവരെ അരിയരുത്, പകരം ഞാൻ അരിയപ്പെടാം, ആ പാപം എൻ്റെ മേൽ വെക്കുന്നു പറഞ്ഞുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാകുന്ന അറക്കപ്പെട്ട കുഞ്ഞാടാകുന്ന ക്രിസ്തു, അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഇറങ്ങി വന്നിട്ട് നമുക്ക് പകരമായി അറുക്കപ്പെട്ടു. പരമൻ നീ അതാലരിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. പാടവൻ്റെ കൂടെ. പരമനീതിയൻ ദുരിതത്താൽ എന്നെ അരിയാൻ നിന്നൊരു നേരം, പരമനീതിയൻ ദുരിതത്താൽ എന്നെ അരിവാൻ നിന്നൊരു നേരം, പരമൻ നീ അതാലരിയപ്പെട്ടിടാൻ ഇറങ്ങി വന്നല്ലോ. പരമൻ നീ. കരങ്ങളെല്ലാം ഉയർത്തി ഒന്ന് ആരാധിക്കാൻ കർത്താവിനെ. ഇറങ്ങി വന്നല്ലോ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുന്നു. നിനക്ക് പകരമായിട്ട് അവൻ അരിയപ്പെട്ടു, ചിതറപ്പെട്ടു. ഹല്ലേലൂയ. രക്തം മുഴുവൻ വാർന്നു ഒഴിക്കപ്പെട്ടു. നമ്മളിന്ന് സമാധാനത്തോടെ ആയിരിക്കുന്നത് ആ രക്തത്തിൻ്റെ ശക്തിയാല. അവൻ അരിയപ്പെട്ടത് കൊണ്ട് ഞാൻ നിങ്ങളും ഇനി അരിയപ്പെടത്തില്ല. കൃപയാൽ അവൻ നമ്മെ നിർത്തിയിരിക്കുവാണ്. നിത്യരാജ്യത്തിൻ്റെ അവകാശികളാക്കി ദൈവ തേജസ്സിനുള്ളിൽ പകർന്ന്, അകത്ത മനുഷ്യനകത്ത് ജീവനെ പകർന്ന്, കാതിൽ സാന്ത്വനമോദി ഓരോ നിമിഷവും നമ്മെ ഉറപ്പുള്ള പാറയിൽ നിർത്തിയിരിക്കുന്ന ഈ കൃപയ്ക്കായി ഒരു നിമിഷം കരങ്ങളെല്ലാം ഉയർത്തുന്ന ആരാധിച്ചാട്ടെ. ആരാധിക്കാൻ കർത്താവിനെ. We worship you. ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന ഒരു ആരാധന, സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധ വരുന്ന ഒരു ആരാധന. ഹല്ലേലൂയ. ഓ, അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ ഭൂമിയിൽ പാടുന്നു. ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയാണ്. ഹല്ലേലൂയ. ദൂതന്മാര് ശ്രദ്ധിക്കുന്നു, സകല പ്രപഞ്ചവും ശ്രദ്ധിക്കുന്നു. ഒരാരാധന ഇവിടെ നിന്ന് ഉയരുന്നു. അടിമാലിൽ നിന്ന് ഉയരുന്ന ആരാധനയെ സകല സൃഷ്ടികളും ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരാധനയെ ഇവിടുത്തെ സസ്യങ്ങൾ ശ്രദ്ധിക്കുന്നു, ഇവിടുത്തെ കല്ലുകൾ ശ്രദ്ധിക്കുന്നു, ഇവിടുത്തെ മലനിരകൾ ശ്രദ്ധിക്കുന്നു, ഇവിടുത്തെ മരങ്ങൾ ശ്രദ്ധിക്കുന്നു, ഇവിടുത്തെ പക്ഷികൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നു, ഇവിടുത്തെ പശുവർഗ്ഗങ്ങൾ അതിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു, ഇവിടുത്തെ ഇഴജന്തുക്കൾ അതിനെ ശ്രദ്ധിക്കുന്നു, ഇവിടുത്തെ കാട്ടുമൃഗങ്ങൾ അതിനെ ശ്രദ്ധിക്കുന്നു. ഇവിടെ ദൈവപുത്രന്മാരുണ്ടെന്ന് സകല പ്രപഞ്ചവും ഈ നിമിഷം തിരിച്ചറിയുന്നെങ്കിൽ, ഇതിനകത്തിരിക്കുന്ന ദൈവപുത്രന്മാർ അധരങ്ങളെ തുറന്ന് അതിനൊന്ന് റിലീസ് ചെയ്താൽ ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം ഈ അടിമാലിയുടെ ദേശത്ത് ഇറങ്ങി വരും. ദേശത്ത് മഹത്വം വെളിപ്പെടുന്ന പകല ശബ്ദമെല്ലാം ഉയർത്തുന്ന റിലീസ് ചെയ്തോ. നിങ്ങളുടെ ശബ്ദം ലോകം കേൾക്കട്ടെ, നിങ്ങളുടെ ശബ്ദം ദേശം കേൾക്കട്ടെ, ഇവിടുത്തെ മണ്ണും മലയും കേൾക്കട്ടെ, മരങ്ങളും കാടും പുല്ലുകളും കേൾക്കട്ടെ, മൃഗങ്ങളെല്ലാം കേൾക്കട്ടെ. ദൈവപുത്രന്മാർ ഇവിടെ വെളിപ്പെട്ട് വരുന്നു. അവർ പറയും, ആ
ഇവന്മാർക്ക് ബോധം വെച്ച് തുടങ്ങി, ഇവന്മാർ എഴുന്നേറ്റ് തുടങ്ങി, ഇവന്മാർ ശക്തന്മാരായി തുടങ്ങി, ഇവർ അത് തിരിച്ചു അറിഞ്ഞു തുടങ്ങി. നമ്മുടെ നല്ല കാലം അടുത്തു വന്നെന്ന് സകല പ്രപഞ്ചം വിളിച്ചു പറയുന്ന ദിവസം 2025 ഏപ്രിൽ 1-ാം തീയതി അടുത്ത നിലവാരത്തിൽ അടിമാലിൽ വെളിപ്പെടുന്നെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറഞ്ഞാൽ ദൈവ തേജസ്സിനെ അകത്ത് പ്രാപിച്ച ദൈവജനം ആത്മാവിൽ വെളിപ്പെട്. എല്ലാവരും പുറത്തു വാ. തേജസ്സേറിയ ഒരു വെളിപ്പെടൽ, മഹത്വകരമായ വെളിപ്പെടൽ, ദൈവം ആഗ്രഹിക്കുന്ന വെളിപ്പെടൽ.